അപ്പോൾ ഇന്നലെ തിരക്ക് കുറഞ്ഞൊരു ദിവസമാണെങ്കിൽ ഇന്ന് തിരക്ക് കൂടിയ ദിവസമാണ് മക്കളെ. എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു 10-10:30 ആകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി വിടണം ഇവിടുന്ന്. എന്താണെന്ന് വെച്ചാൽ ഒരു മരിപ്പുണ്ട് കേട്ടോ, മരിച്ചിട്ട് മൂന്നാണ്, അപ്പോൾ അതിന് പങ്കെടുക്കണം. അപ്പോൾ അസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യും, വേഗം ജുബറൂട്ടിന് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. ഇന്ന് പകലാണ്, മഴയാണ്, മഴയില്ല വെയിലാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ജുബറൂട്ടിന് തണുപ്പാണ്. അപ്പോൾ കാബൂളിക്കടയിൽ റോസ്റ്റഡ് ആക്കാൻ ഉള്ളതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കാണിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ജുബൂട്ടിന് എഴുന്നേറ്റ് വന്നതും കൊണ്ട് അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ തേങ്ങ വെള്ളത്തിൻ്റെ പകുതിയും പോയിട്ടുണ്ട്. ഇവരൊന്നും എഴുന്നേറ്റില്ലെങ്കിൽ ആ തേങ്ങ വെള്ളം എനിക്കുള്ളതാണ്. എന്തായാലും നെബൂട്ടൻ കുടിക്കുന്ന കുറച്ച് എനിക്കും കിട്ടി, അൽഹംദുലില്ലാ. അങ്ങനെ ഇന്ന് പച്ച ഗോതമ്പ് ദോശയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, അടിപൊളി ദോശയാണിത്. പച്ചഗോതമ്പ് തേങ്ങയൊക്കെ ഇട്ട് അരച്ചിട്ടുള്ള അടിപൊളി ദോശ. കുറച്ച് വെള്ളം കൂട്ടി അടിപൊളിയായിട്ട് അരച്ചാൽ നല്ല ദോശ കിട്ടും കേട്ടോ. അങ്ങനെ അതിന് കൂട്ടാനാണ് ഞാൻ കാബൂളിക്കടല റോസ്റ്റഡ് ആക്കി. ഇന്ന് റോസ്റ്റഡ് തന്നെയാണ് കേട്ടോ, തേങ്ങ അരക്കുന്നില്ല. അല്ലാണ്ട് വെറുതെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച ഒരു കറിയാക്കലുണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല, വെറും റോസ്റ്റഡാണ്. കുറേ ആയി അത് തിന്നിട്ട്, അങ്ങനെ തിന്നാൻ കൊതിയാവുക. അപ്പം വെള്ളം ജബ്രൂട്ടിനുള്ള ചൂടായിക്കണം. ഇനി അവിടെ ചോറിനുള്ള വെള്ളം വെക്കണം. റേഷനരിയാണ് ഇട്ട് ഇടുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റേഷനരി തന്നെയാണ് ഇടുന്നത്, പെട്ടെന്ന് പരിപാടി തീരുമല്ലോ. അങ്ങനെ പരിപ്പും മുരിങ്ങേൻ്റെ ഇലയും ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിമ്പിളായിട്ടുള്ള കറിയൊക്കെയാണ്, പക്ഷേ മുരിങ്ങേൻ്റെ ഇല നന്നാക്കേണ്ടത്. പക്ഷേ ഇത് പെട്ടെന്ന് നന്നാക്കാൻ പറ്റിയ, എന്താ 2-3 ദിവസം വെച്ച കിട്ടിയ മുരിങ്ങേൻ്റെ ഇല അപ്പോൾ എല്ലാം പൊഴിഞ്ഞ് വീണിക്കണം കേട്ടോ. അപ്പോൾ നന്നാക്കാൻ സുഖമുണ്ടായിരുന്നു. അങ്ങനെ വൈറ്റ് കടല റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി വെച്ചിട്ട് നമുക്ക് ദോശ ചൂടാം. ഞാൻ ഈ ദോശേനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാൻ, അടിപൊളി ദോശയാണ് കേട്ടോ മക്കളെ. ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി, നല്ല രസമാണ്. അങ്ങനെ അതാ നല്ല റോസ്റ്റ്, എനിക്ക് കൊതിയാവുക കണ്ടിട്ട്. നല്ല രസമുണ്ട് കേട്ടോ, എരിവൊക്കെ ഉണ്ട്, അത്യാവശ്യം എരിവുണ്ട്, എന്നാൽ ഓവർ എരിവില്ല. അങ്ങനത്തെ ഞാൻ വറവിട്ടതാണെന്നുള്ള ഓർമ്മ എനിക്കില്ലായിരുന്നു. വീണ്ടും എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാവാൻ വെച്ചിരുന്നു. പിന്നെ ആ അടുപ്പത്ത് വെറുതെ കിടക്കല്ലേന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, കുറച്ച് ഉണക്കച്ചെമ്മീനുണ്ട്, അത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ വറുത്തെടുക്കുക. കുറച്ച് അതിലേക്ക് നാരങ്ങ വെച്ചാൽ ജബ്രൂട്ടിന് ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. ജബ്രൂട്ടന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നെബൂട്ടൻ നിങ്ങൾ ബ്രഷും പിടിച്ച് കണ്ടില്ലേ, ആ ബ്രഷും പിടിച്ചവന് വൈകുന്നേരം വരെ നിൽക്കും, പല്ല് കേൾക്കില്ല, അത് വേറെ കാര്യം. അങ്ങനെ ചോറ് റെഡി ആക്കിയാണ്. ആ അടുപ്പത്തോട്ട് ഞാൻ പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ജബ്രൂട്ടനുള്ള ചായയൊക്കെ കൊടുക്കുകയാണ്. ജബ്രൂട്ടന് കട്ടനാണ് ഇഷ്ടം, നെബൂട്ടന് പാൽ ചായയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഇത് നാടൻ പൈനാപ്പിളാണ്, ഒരു പ്രത്യേക പൈനാപ്പിൾ, മുള്ളൊന്നും ഇല്ലാത്തത് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മുറിക്കുക പൈനാപ്പിൾ, അല്ലാണ്ട് എനിക്ക് വലിയ സംഭവമായിട്ട് മുറിക്കാനൊന്നും അറിയില്ല. അങ്ങനെ പരിപ്പ് വെന്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങേൻ്റെ ഇല ഇടുക, കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക. ഞാൻ എന്തിനും കഞ്ഞിവെള്ളം ഒഴിക്കും കേട്ടോ. പരിപ്പ് ഈ കറിക്കൊക്കെ പിന്നെ എല്ലാവരും ഒഴിക്കും, പക്ഷേ ഞാൻ മീൻ കറിക്കും ചിക്കൻ കറിക്കൊക്കെ വേണമെങ്കിൽ നല്ല ചൂട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കും കേട്ടോ. അതിൻ്റെ ഒരു ശീലമായിപ്പോയി. അങ്ങനെ ജബ്രൂട്ടൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും റെഡി ആക്കാൻ പോകുമ്പോൾ ചോറ് വിളമ്പി നല്ല ചുവന്ന ചമ്മന്തി, തേങ്ങ ചമ്മന്തി, പിന്നെ ഉണക്ക ചെമ്മീൻ, അതിലേക്ക് പുളി പോരാന്ന് പറഞ്ഞ ഒരു നാരങ്ങ കഷ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഹെൽത്തി ആയിട്ട് കുറച്ച് പൈനാപ്പിൾ വെറുതെ കൊണ്ടുപോയാൽ മതി, കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതും വെച്ചിട്ടുണ്ട്. പരിപ്പും മുരിങ്ങാക്കും ഇല ഇട്ടിട്ടുള്ള കറിയും വെച്ച് സെറ്റ്